അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റായിരുന്നു. ഞാൻ പോവും. ബൈ. I love you. എന്താടി ഇത്ര ലേറ്റ്? അയ്യടാ ആരെയും പറയണേ 8 മണിക്ക് നീ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിന്നെ പോലെ അല്ലല്ലോ ട്രാഫിക്കിൽ ഓടി വരണ്ടേ, അപ്പൊ കുറച്ച് വെയിറ്റ് ആവും. ഞാൻ അതിന്റെ വെയിറ്ററാ. എന്നാ പിന്നെ 10 മിനിറ്റ് കഴിച്ചത് കുഴപ്പമൊന്നുമില്ല. പോ. അമ്മ ബൈ. ആന്റി പോയിട്ട് വരാവേ. പോ. ഓക്കെ. എടാ നമ്മളവിടെ ഇത്രയും അധികം പാർക്ക് ഉണ്ടായിട്ടും ഇത്രയും ദൂരമുള്ള ഇവിടെ തന്നെ നീന്തണമെന്ന് അതൊക്കെ ഉണ്ട്. സത്യം പറയും. ഇനി ആരാണ് വന്ന് ചുമ്മാരി മറ്റേ കൊച്ച് മറ്റേ കൊച്ച് മറ്റേ കൊച്ച് നമ്മൾ നോക്കിട്ടായിരുന്നേ. നീ വാഴ നോക്കി ദിവസം മനസ്സിലായിട്ടുണ്ടോ? നീ ഒറ്റയ്ക്കാരി ഉണ്ടോ? ഷാരൂണല്ലേ? അതെ. എന്ന് മനസ്സിലായില്ല? ഇല്ല. എന്റെ കൂടെ പഠിച്ച അമൃത ഇല്ലേ? ഓ അതാ പാടാ. തന്നെ എവിടെ കണ്ടിട്ടുണ്ട്. താൻ നമ്മുടെ ജൂനിയർ അല്ലേ? എനിക്കൊരു മാറ്റമില്ലല്ലോ. താൻ ആളാകെ മാറിപ്പോയല്ലേ? ഹായ് ഹായ്, ഞാൻ പാർവതി. ഷാറുണ്ട് ഫ്രണ്ടോ? ഞാൻ ആളുടെ സ്റ്റോറിയിൽ കാണാറുണ്ട് തന്നെ. ഓ, അപ്പൊ സ്റ്റോക്കിംഗ് ഒക്കെ ഉണ്ടല്ലേ? സ്റ്റോക്കിംഗ് ഒന്നല്ല, ആളെന്റെ ഫോളോവർ ആണോ? അപ്പൊ പിന്നെ ശരി, നാളെ കാണാം. അല്ല, നാളെ എവിടെ കാണുമെന്ന് പറഞ്ഞേ? 3-4 ദിവസമായിട്ട് ഇവിടെ തന്നെ അല്ലേ കാണുന്നേ? അപ്പൊ പിന്നെ നാളെ ഇവിടെ തന്നെ കാണാം. ഹായ്. ഹായ്. എടോ, എനിക്ക് തന്റെ ഹെൽപ്പ് വേണമായിരുന്നു. അതിനെന്താ, നീ ഇവിടെ പറയുന്നേ, കുറച്ച് സംസാരിക്കുന്നുണ്ട്. വേണ്ട, പുള്ളിക്കാരിയോട് നിന്നോട്ടെ. തന്റെ കൂടെ പഠിച്ച ഒരു അബിയില്ലേ, തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നേ? എനിക്ക് ആളെ പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു. ഞാൻ അയാളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഷാരൂണിനെ ഫോളോ വരെ ചെയ്തത്. ആളിപ്പോൾ സിംഗിളാണെന്ന് അറിഞ്ഞത്. എനിക്ക് അതുകൊണ്ട് തന്നെ തൻ്റെ ഒരു ഹെൽപ്പ് വേണം. പ്ലീസ് പ്ലീസ്. ശരി എന്നാ. സമാധാനായി. ഞാൻ പോയി ചായ കുടിച്ചിട്ടാ കേട്ടോ. നിരാശാമിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എവിടെ അന്വേഷിച്ചെന്നറിയോ? ആ കോളടിക്കുക. എത്ര നേരമായി വിളിച്ചോണ്ടിരിക്കണാരോ? ലക്ഷ്മിയാ.
എടുക്ക്. ഹലോ. ഷാരൂൺ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതെ, ഒരാൾ കോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാൾ ബിസിയാണെന്ന് മനസ്സിലാക്കുന്ന സാമാന്യം ബോധം വേണം. പിന്നെ എനിക്ക് ഈ മാവപ്പണിയൊന്നുമില്ല. നിനക്ക് അവരുടെ അടുത്ത് ഇഷ്ടമാണ്, നീ പോയി പറഞ്ഞു, അല്ലാതെ എന്നെ കൊണ്ടല്ല പറയിപ്പിക്കേണ്ടത്. നീ എന്താ ആലോചിച്ചോണ്ടിരിക്കാ? കഴിക്കാൻ പോവാ. അതെ, ഈ പ്രേമം പറയാത്തവരൊക്കെ വീരിക്കണം. യെസ്, ഓഫ് കോഴ്സ്. എന്നാൽ അച്ഛൻ്റെ കാര്യത്തില് നീ ഒരു വീരല്ലേ? അവളുടെ കാര്യം സംസാരിച്ചോണ്ടല്ല. അതെ, ഒരാൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി പറയാനുള്ള ധൈര്യം വേണം. അല്ലാത്തവർ എന്നെ പോലെ ഇങ്ങനെ മൂഞ്ചി കുത്തി ഇരിക്കത്തേ ഉള്ളൂ. എന്നാ ഐ ലവ് യു. എടാ, ഞാൻ തമാശക്ക് പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എൻ്റെ എല്ലാ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ എനിക്ക് മനസ്സിലാവും. ഈ 10-15 വർഷം കൂടെ ഉണ്ടായിട്ടും എനിക്ക് തന്നെ ഇഷ്ടമുള്ള കാര്യം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ. എടാ, മതി, ഒന്നാതെ ഇരിക്കും ഭ്രാന്തായിരിക്കുക. നീയും കൂടെ തുടങ്ങല്ലേ. ഹലോ. നമുക്കിത് ഈവനിങ് മീറ്റ് ചെയ്താലോ? അതിനെന്താ? ഓക്കെ. ഞാൻ നിന്നെ വിളിച്ച പ്രപ്പോസ് ചെയ്യാനൊന്നുമല്ല. പിന്നെ എൻ്റെ കല്യാണ കാര്യം പറയാനാ. 5-6 ദിവസം മിണ്ടാണ്ടായപ്പോഴേക്കും നിന്റെ ലൈഫില് ഇമ്പോർട്ടൻറ്റ് കാര്യമൊക്കെ എൻ്റെ അടുത്ത് പറയാണ്ടായോ? എടാ, എനിക്ക് നിന്റെ അടുത്തൊരു ഫീലിങ്സ് തോന്നി, സത്യമാണ്. അത് ഞാൻ പറഞ്ഞു. എനിക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ നിനക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ നീ പറഞ്ഞോ, നമുക്ക് പഴയ പോലെ ആവാ. ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് റിജക്ഷൻ ഒന്നല്ലല്ലോ നീ. എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ആഹാ, അപ്പൊ ഞാൻ നിന്നെ റിജക്ട് ചെയ്യുന്ന കുഴപ്പമില്ല അല്ലേ? എങ്കിൽ ഞാൻ നിന്നെ റിജക്ട് ചെയ്യുന്നില്ലെങ്കിലോ? ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പൊ എന്ത് പറയാനാ? അല്ല, എന്തായാലും ലൈഫിൽ കല്യാണം കഴിക്കണം. അപ്പൊ ഒരു 10-15 കൊല്ലം അറിയുന്ന ഒരാളെ തന്നെ കല്യാണം കഴിക്കാന്നായിരിക്കും. ശരിക്കും? സീരിയസ് ആയിട്ടാ? 100%. എന്റെ പൊന്നാളിയെ, ഞാൻ പറഞ്ഞ നീ ഒന്ന് മനസ്സിലാക്ക്. ഇവിടെ ഉണ്ടായിരുന്നോ? അവിടെ അവള് വന്നു. ആ, അല്ല, നീ എന്താ ഈ കോലത്തില്? അല്ല, ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ, പിന്നെ ഇത് തന്നെ മിനിമല. ഇല്ല, അവിടെ വെച്ചു. ഈ കല്യാണമൊക്കെ എന്തൊരു ടാസ്കല്ലേ. ചിരിച്ചിരിച്ചെന്റെ കവളും ചുണ്ടൊക്കെ വേനിക്കുന്നു. അതിപ്പം എന്റെ ഭയങ്കര തന്നെ സത്യം. ഇനി ഞാൻ കല്യാണം കഴിക്കില്ല. അല്ല, നമ്മളിപ്പോ കല്യാണം കഴിച്ചല്ലോ. ഇതാണല്ലോ എന്റെ ആദ്യത്തെ അവസാനത്തെ കല്യാണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഷാരു, ഇന്നൊന്നും നടക്കില്ല കേട്ടോ. എന്ത്? അല്ല, ഫസ്റ്റ് നൈറ്റ് അല്ലേ, അതിന്റെ പരിപാടി ഒന്നും നടക്കില്ലാണ്. അല്ലെങ്കിലേ വയ്യ, ഒരാഴ്ചയായി കല്യാണത്തിന് പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. ആണെങ്കിൽ ഒന്ന് നന്നായിട്ട് ഉറങ്ങണമെന്ന്. അതിനെന്താ, നമുക്കിനിയും ടൈം ഉണ്ടല്ലോ. താൻ പോയി കിടന്നു. ഉറങ്ങല്ലേ? കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. എന്ത് പറ്റി വയ്യേ? നല്ല വയറാനോ? വയ്യ.
എന്ത് നീ ആലോചിക്കുന്നു? ഒന്നുമില്ല. അതെ, ഇഞ്ചി ഇരിപ്പുണ്ടോ? ചിലപ്പം എന്നാലേ ഞാൻ നല്ലൊരു ചൂട് ജിഞ്ചർ ടീ എടുത്തിട്ട്. ഓക്കെ. The number you are trying to call is currently not അല്ലെങ്കിൽ തെണ്ടി വിളിച്ചാൽ കിട്ടത്തില്ല. അളിയാ, അവള് പീരീഡ്സ് ആയി. ഈ ഒരാഴ്ച സേഫാണ്. ആ, നീ ഇവിടെ നിൽക്കായിരുന്നോ? ചായ. അല്ല, ഞാൻ പീരീഡ്സ് ആയതിന് നിനക്ക് ഇത്ര സന്തോഷം? അല്ല, നീ ആർക്കും അയച്ച മെസ്സേജ് എനിക്കാണ്. അയ്യോ, അത് പിന്നെ എടാ, മണിക്കൂറൊന്നായാലോ, നിന്റെ പ്രോബ്ലം എന്താണെന്ന് പറയോ? എടാ, എനിക്ക് നിനക്ക് അല്ല, എനിക്ക് അവളുടെ അടുത്തൊന്നും തോന്നണില്ല. തോന്നുന്നില്ലേ? എന്ത് മറ്റേതാ? എടാ, കല്യാണം കഴിഞ്ഞിട്ട് 3-4 മാസമായില്ലേ? ഇതുവരെയായിട്ട് ഒന്നും പറഞ്ഞില്ല. എടാ, നിനക്കിനി വല്ല കുഴപ്പമുണ്ടാ? നിനക്ക് അറിഞ്ഞൂടെ? സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് കല്യാണം കഴിഞ്ഞപ്പോൾ നീ വിചാരിക്കുന്ന വിചാരിച്ച ഞാൻ ഫ്രണ്ട്സ് ആണല്ലോ, അപ്പൊ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കുന്ന വിചാരിച്ച. എന്റെ പൊന്നാളിയ, അത് തന്നെ എന്റെ പ്രശ്നം. അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഈ പറഞ്ഞ ഇന്റിമസി ഫീലിങ്സ് ഒന്നും എനിക്ക് അവളുടെ അടുത്തില്ല. എടാ, അപ്പൊ ഒരു കിസ് പോലും? എന്റെ അളിയ, എനിക്ക് അവൾ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അവൾ ആദ്യമേ ഫ്രണ്ടായി കണ്ടോണ്ട് എനിക്കിപ്പോൾ അവളെ വൈഫായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. നീ പറഞ്ഞ ശരിയാ, ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഈസി അല്ലേ എന്നൊക്കെ തന്നെ ഞാനും വിചാരിച്ചേ. പക്ഷെ കാര്യത്തോട് അടുക്കപ്പോഴാണ് അതിന്റെ റിയാലിറ്റി മനസ്സിലാവണ. അളിയ, ഇങ്ങനെ ഫീലിങ്സും ഇന്റിമസിയും ഒന്നും ഇല്ലാതെ ലൈഫിലോ ഞാൻ എങ്ങനെ അളിയ അവളോട് ജീവിക്കും? എടാ, നീ അത് അവളോട് തുറന്ന് സംസാരിച്ചായിരുന്നോ? ഇല്ല. നീ ആദ്യം അവളോട് തുറന്ന് സംസാരിച്ചു, എന്നാലേ കാര്യമുള്ളൂ. ഒരു ഫിസിക്കൽ ഇന്റിമസി ഒന്നും ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവൂല. ആ, എത്തിയ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ വിളിച്ചിട്ടൊന്നും എടുക്കാത്തെ? ഷാരു, എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഷാരു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പത്ത് 15 വർഷം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ഗ്യാപ്പാണ് എനിക്കിപ്പോൾ നമ്മൾ ഇത്ര അടുത്തുള്ളപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഞാൻ ഇത് ചെയ്തു തന്നെ. ഞാനൊരു ഡിസ്റ്റൻസ് ഇട്ടില്ലല്ലോ. എനിക്ക് ഈ ജോലി സ്ട്രെസ് പറഞ്ഞു തുടങ്ങണ്ട. ഞാനും വർക്കിംഗ് തന്നെയാണ്. ഇനിയിപ്പോൾ അത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ ഓപ്പണായി പറഞ്ഞോളൂ, ഞാനൊരു പാർട്ട്ണർ അല്ലേ. ഷാരു, എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എന്താ പ്രോബ്ലം നിനക്ക് അറിയണോ? എന്നാ കേട്ടോ, എനിക്ക് നിൻ്റെ അടുത്ത് ഒരു ഫീലിങ്സും ഇല്ല. എനിക്ക് നിന്നെ വൈഫായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് നിൻ്റെ അടുത്ത് 0 ഫീലിങ്സ്. പാറു, എനിക്കതിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു പാർട്ട്ണറായിട്ട് തോന്നുന്ന ഫീലിങ്സ് ഒന്നും എനിക്കെൻ്റെ അടുത്ത് തോന്നുന്നില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തേ, പക്ഷേ എനിക്കിനി നിന്നെ പറ്റിക്കാൻ വയ്യ. പിന്നെ അന്ന് എൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞത് അന്ന് നീ മിണ്ടാണ്ടിരുന്നപ്പോൾ നിന്നെ മിസ് ചെയ്തുകൊണ്ടാണ്. പാറു, എടി പ്ലീസ് ഡോർ തുറക്ക്. എടി, നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. എനിക്ക് നിന്നെ അങ്ങനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എനിക്ക് നിന്നെ കഷ്ടപ്പെടുത്താൻ വയ്യ, അതുകൊണ്ടാ. പാറു, നീ ഡോർ തുറക്ക്. ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റായിരുന്നു. ഞാൻ പോവും. ബൈ.
അളിയാ പാറോളയോ? പാറു അവള് പാവാട എന്റെ പാറു. പാവാടയാ? പാവാട അല്ല, പാവമട എന്റെ പാറു. അവൾ എന്നെ സ്നേഹിച്ചത്ര ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. അവളെ ഞാൻ ഒന്ന് വിടുമ്പോ ഇറങ്ങിപ്പോയത് നിനക്കത് അറിയോളിയ. നീ ഇങ്ങനെ നടന്ന് വിഷമിക്കല്ലേ. നീ എന്തായാലും ഇതും കൂടെ അടിക്കും. വിഷമിക്കും. അവളെ ഫ്രണ്ട്ഷിപ്പ് പോകണ്ടെന്ന് വെച്ചാൽ ഞാൻ അവളുടെ അടുത്ത് രസം പറഞ്ഞേ. അപ്പൊ അവളും പോയി, അവളുടെ ഫ്രണ്ട്ഷിപ്പും പോയി, എന്റെ സമാധാനവും പോയി. വിഷമിക്കണ്ട, നിന്റെ വിഷമം കേൾക്കാൻ ഒരാൾ എന്തായാലും വരും. പോടാ, എല്ലാരും പോടാ, എനിക്ക് ആരും വേണ്ട. പാവം അവള്. പോപ്പി. ആരാ മനസ്സിലായില്ല? ഞാൻ പോപ്പി. അത് മനസ്സിലായി. ഈ പോപ്പി ആരാ മനസ്സിലായില്ല? ക്വൈറ്റ് നാച്ചുറൽ. ഞാൻ പാറുവിൻ്റെ ഫ്രണ്ട് പോപ്പി. സൈറ്റ് നൈസ് മാറിക്ക്. Give me a way. Wow, very nice. അല്ല, അതേത് ഫ്രണ്ട്? ഞാൻ അറിയാത്തൊരു ഫ്രണ്ട്. അങ്ങനെ എല്ലാ ഫ്രണ്ട്സിനെയും ഷാരോണിനെ അറിയണമെന്നുണ്ടോ? ഞാനുണ്ടെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവോ? അപ്പൊ അവളെല്ലാം പറഞ്ഞല്ലേ? യെസ് ഓഫ് കോഴ്സ്. എന്തായാലും എന്നെ പറ്റി നല്ലതൊന്നും പറഞ്ഞു കാണൂല. നല്ലത് തോടാ കുറച്ച്. കിച്ചൺ മൊത്തത്തിൽ അലങ്കോലാണല്ലോ. എന്തായാലും അവള് പോയ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. താൻ ആളെ മഹിമ പറയാവുന്നതാണ്. ഞാൻ ആരുടെയും മഹിമ പറയാനൊന്നുമില്ല. അവളുടെ സൈഡ് ഞാൻ കേട്ടു. എനിക്ക് കേൾക്കണം നിന്റെ സൈഡാണ്. എന്റെ സൈഡ് ഞാൻ പറയാം. അതിനു മുന്നേ തന്നോട് അവൾ എന്താ പറഞ്ഞേ പറ. അല്ല, അവളുടെ സൈഡൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എനിക്ക് ആദ്യം കേൾക്കേണ്ട നിന്റെ സൈഡാണ്. അതാദ്യം പറ. പോപ്പി, എനിക്ക് അവളെ ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ കൂടെ ഉള്ളതുകൊണ്ട് അവളെ എനിക്ക് അങ്ങനെ ഫിസിക്കലി ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കാണാൻ പറ്റുന്നില്ല അല്ലേ? എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? ഞാൻ അവനെ കാണുന്നുണ്ടല്ലോ, അതേപോലെ അവനെ തിരിച്ചു കണ്ടാ പോരെ? അല്ല, ഇനിയിപ്പോ അവനെ വൈഫായി കാണാൻ പറ്റില്ലെങ്കിൽ തന്നെ പിന്നെ അവൻ്റെ അടുത്ത് യെസ് പറഞ്ഞു പോപ്പി. അവനപ്പനെ ഓപ്പണായിട്ട് സംസാരിച്ചാ പോരെ? എന്റെ പൊന്നു പോപ്പി, ഞാൻ ഓരോ തവണ സംസാരിക്കാൻ പോകുമ്പോൾ അവളുണ്ടല്ലോ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ പുട്ടിറച്ചി വേണമെന്നല്ലേ? ഉണ്ടാക്കി തരാം. ഇപ്പൊ കിടന്നുറങ്ങും. അതെ, മനസ്സിലായി. ഇന്നുമായിട്ട് ഡിന്നറിന് പോകുന്നല്ലേ? കൊച്ചു കവളെ ഇതുകൂടെ കഴിച്ചു. ഞാൻ റെഡി ആയിട്ട് അതല്ല. അതെ, ഒരു കാര്യം പറയാനുണ്ടെന്നല്ലേ? ഫ്രണ്ട്സിനോട് ട്രിപ്പ് പോകണം. പോയിട്ട് വാ. പോയിട്ട് വരുമ്പോഴേ എനിക്ക് മൈസൂർ പാക്ക് മേടിച്ചിട്ടായിരുന്നേ. എന്ത് മൈസൂർ പാക്ക്? ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ എക്സ്പെക്ട് ചെയ്ത് നിൽക്കണം. അവളുടെ അടുത്ത് വിട്ട് എന്ത് പറയാനാ? അവളെന്റെ ഫ്രണ്ടാണ്, എന്റെ വൈഫായിട്ട് കാണാൻ പറ്റുന്നില്ലെന്നോ? എനിക്ക് പറയാൻ തന്നെ മടിയും പേടിയോ പോപ്പി. എന്നോട് പറയാൻ മടി കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ 10 പൈസ ഉള്ളി മടിയൊന്നുണ്ടായിരുന്നില്ലല്ലോ. പിന്നെന്തിപ്പോ മതി. വെയിറ്റ്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കേട്ട അത്രയും വെച്ചിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ പ്രശ്നത്തിൽ മൂന്നാമതൊരാൾ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആയ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് പാറല്ലാണ്ട് വേറൊരാൾ പറ്റിയേയില്ല. അവളെ റീപ്ലേസ് ചെയ്ത് മറ്റൊരാൾക്ക് വരാൻ പറ്റത്തില്ല. കാരണം അവൾ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് നിനക്കും എനിക്കും അറിയാം. സോ നീ ശരിക്ക് ഇരുന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തായാലും വരാതിരിക്കില്ല. എന്ത് ഫീലിങ്സ് വരാതെ അവിടെ പോകും. ഓക്കെ, ബൈ. അതെ, ഈ ഫാമിലി ഫുൾ ട്രിപ്പിന് പോകുമ്പോൾ നീ മാത്രം പോകണ്ടെന്ന് എങ്ങനെ ശരിയാവാം? ബെസ്റ്റ്. എന്നിട്ടാണ് എന്നെ എല്ലാവരുടെ വായിക്കണേ കേൾക്കാൻ. അതെ, ഫാമിലി ആയിട്ടാ പോണ. കയ്യിൽ കാശുമല്ലേ വേണം. എൻ്റെ കയ്യിൽ അതെ, ഇടയ്ക്കൊക്കെ ആ ഫോണൊക്കെ എടുത്ത് നോക്കണം കേട്ടോ. ഫോണിലെന്താ? ഇനി തന്നെ ട്രിപ്പ് പോകാലോ? എന്ത് പറ്റി പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? എന്താണ് പറയ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇത് കറക്റ്റാ. ഇൻ്റർവ്യൂവിന് മുമ്പ് നീ ഷെട്ടിട്ടാണ്.
എൻ്റെ ഷാരോണെ ഈ ഫിസിക്കലി ഇൻവോൾവ് ആവുന്നത് മാത്രമൊന്നുമല്ല ഒരു ദാമ്പത്യം, ഐ മീൻ മാരേജ്. അതതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ഇപ്പം നിങ്ങൾക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന സമയമാണ്. ആ സമയത്ത് സംസാരിക്കാൻ നോക്ക്. വെറുതെ ഈഗോ വെച്ച് ലാസ്റ്റ് റിഗ്രറ്റ് അടിക്കേണ്ടി വരും. പിന്നെ പണ്ടാരാണെങ്കിൽ പോയ സമയം പോയാൽ പിന്നെ കരഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാം ഡിസൈഡ് ചെയ്യണ്ടേ. നീ എന്തിനാ ആവശ്യപ്പെക്കണേ? ഇതൊക്കെ ഞാനല്ലേ. അളയാ, നീ അവളെ കണ്ടാ? അവളെ വല്ല നിന്നെ വിളിക്കുക വല്ലതും ചെയ്താ? ഇല്ലടാ, ഇന്നലോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫാ. ആ ശരിയാടാ, ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ട്രെയിനിന്റെ സമയം ചോദിച്ചിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ അവിടെ ഓടാ. നീ എന്തിനാ ആവശ്യപ്പെക്കണേ? ഇതൊക്കെ ഞാനല്ലേ. ഇവിടുത്തെ എവിടെ പോയി? മച്ചാനെ പോപ്പി, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പോപ്പി. എവിടെയാണെന്നും അറിയില്ല. അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവൾ വിളിക്കും, വിളിക്കാതെ അവിടെ പോകാനാ. സമാധാനം വീട്ടിൽ പോകും. ചിലപ്പോൾ അവൾ അവിടെ ഉണ്ടെങ്കിലോ? പോയി നോക്ക്. ചിൽ. സോറി, സത്യം പറഞ്ഞാൽ ശരിക്കും സോറി. ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചു. ആക്ച്വലി ഞാൻ നിന്നെ തപ്പി നടക്കുമായിരുന്നു. എൻ്റെ ഭാഗത്ത് അത് തെറ്റ്. സോറി. അല്ല, തെറ്റ് എൻ്റെ തന്നെ. അറ്റ്ലീസ്റ്റ് നീ പ്രപ്പോസ് ചെയ്യുമ്പോഴെങ്കിലും ഞാൻ ആ സത്യം പറയണമായിരുന്നു. എനിക്ക് എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും ഇല്ല. എന്തായാലും നീ ഇപ്പോൾ തിരിച്ചു വന്നില്ലേ? ആര് തിരിച്ചു? അല്ല, ഇപ്പോൾ വന്നില്ലേ? ഞാൻ ആ സാധനം എടുക്കാൻ വന്നത് എടുത്തിട്ട് ഞാൻ പോകും. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാനിപ്പോൾ ഓക്കെയാ. എന്നുവെച്ചാ എന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലല്ലോ ഒരു റിലേഷന് വേണ്ടത്. സോറടി, ഞാനൊന്നും അറിയാതെ എന്തൊക്കെ പറഞ്ഞു. നീ ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട. അപ്പൊ തന്നെ സീറോ ഫീലിങ്സ്? 100% ഫീലിങ്സ്. ഞാൻ എന്താ എൻ്റെ അല്ല വൈഫ്. വൈഫ്. അതെ, 3-4 ദിവസമായി എന്തായാലും കഴിച്ചിട്ട്. ഞാൻ ഇവിടെ 5 നേരം കഴിച്ചിട്ടിരിക്കുകയാണല്ലോ. എന്നാൽ നമുക്ക് എന്തായാലും ഉണ്ടാക്കിയല്ല. ഓക്കെ. ഒക്കെ നിന്റെ ഫ്രണ്ട് പോപ്പി കാരണം എനിക്ക് തന്നെ മനസ്സിലായി. എന്നെ ഫ്രണ്ട് പോപ്പിയോ? ആ, നിന്റെ ഫ്രണ്ട് നിന്നോട് അല്ലേ പഠിച്ച പോപ്പി ബാംഗ്ലൂര്? എനിക്കൊരു പോപ്പിനൊന്നും അറിയത്തില്ല. ബാംഗ്ലൂർ എൻ്റെ കൂടെ പഠിച്ച. അപ്പോൾ അതാര്? എനിക്ക് തോന്നുന്നേ അത് ചാത്തനാണ്. കേട്ടിട്ടില്ലേ ദലീത മനസ്? ഉറപ്പാ ചാത്തൻ തന്നെ. ചാത്തനമല്ല, പോകണം. മറ്റേ കുപ്പിയുടെ ആയിരിക്കും. കുപ്പിടെ? അതും തോന്നുന്നു. ലവ് കുപ്പിയുടെ കേട്ടിട്ടില്ല? ഈ സോൾമേറ്റ്സിനൊക്കെ ചേർത്ത് വെക്കുന്നതിനാണ് നമ്മൾ ലവ് കുപ്പിഡ് എന്ന് പറയാം. ഓ, കുപ്പിട്ട്. അതെന്താവട്ടെ, കൊണ്ട് കഴുകി വെച്ചേക്കണേ. അല്ല, ഇത് കൊണ്ടുപോ. എന്നാൽ ഈ കുപ്പിട്ട്